ഗിവൺ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഐസോമെട്രിക് വ്യൂ ഓഫ് എ പെൻറ്റഗണൽ പിരമിഡ് വരയ്ക്കാൻ വേണ്ടിയാണ്. അപ്പോൾ പെൻറ്റഗണൽ പിരമിഡ് ബേസ് സൈഡ് എന്ന് പറയുന്നത് 30 തന്നിട്ടുണ്ട്, ആക്സിസ് ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 70 എന്ന് പറയുന്നത് തന്നിട്ടുണ്ട്. ഞാനിത് ഓൾറെഡി എന്തായാലും 2D വ്യൂ വരച്ചിട്ടിരിക്കുകയാണ്. നിങ്ങൾ എക്സാമിനാണെങ്കിൽ ഇത് വരയ്ക്കേണ്ടതായിട്ട് വരും കേട്ടോ. അപ്പോൾ ഗിവൺ ക്വസ്റ്റ്യനിൽ വൺ ഓഫ് ദ ബേസ് എഡ്ജ് പെർപെൻഡിക്കുലർ ടു VP എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബേസ് എഡ്ജ്, അതായത് AB എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ കാണുന്ന ആ എഡ്ജ് പെർപെൻഡിക്കുലർ ടു XY റെഫറൻസ് ലൈൻ വരത്തക്ക രീതിയിൽ വേണം വരയ്ക്കാൻ കേട്ടോ. അതാണ് എന്തായിരിക്കും, ഇങ്ങനെ തന്നെ വെച്ച് വരയ്ക്കണം. അതായത് ആ 30 എന്ന് പറയുന്ന സൈഡ് എഡ്ജ് AB കാണിച്ചിട്ടുണ്ട്. ആ AB എന്ന് പറയുന്ന എഡ്ജാണ് പെർപെൻഡിക്കുലർ ടു VP കേട്ടോ. ഒരു ബാക്കി പെൻറ്റഗൺ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക. പെൻറ്റഗൺ പിരമിഡ് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും, നമുക്ക് ബേസ് മാത്രമേ ഉള്ളൂ പെൻറ്റഗൺ ഷേപ്പ്, ബാക്കി ഒരു അപ്പെക്സ് കാണും അല്ലേ. അപ്പോൾ നമുക്ക് ഓൾറെഡി പെൻറ്റഗണിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് പെൻറ്റഗൺ വരയ്ക്കുക എന്നുള്ളത്, അത് ഫോളോ ചെയ്യുക. ഇനി നമുക്ക് XY റെഫറൻസ് ലൈൻ വരച്ചിടുക, ഒരു റെഫറൻസ് ലൈൻ വരച്ചിടുക. അപ്പോൾ നമുക്കത് പെൻറ്റഗൺ വരച്ച് കഴിഞ്ഞാൽ പെൻറ്റഗണിനെ നമുക്ക് ഒരു റെക്റ്റാങ്കിളിനുള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്യാം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ LM KLMN എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ ഡിസ്റ്റൻസുകൾ തന്നെ നമുക്ക് ഇങ്ങോട്ട് കോപ്പി ചെയ്യാം അല്ലേ. ഇവിടെ KLMN എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് അതിൽ L ആണ് നമ്മൾ ആദ്യം മാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ L-ൽ നിന്ന് K-യിലേക്കും L-ൽ നിന്ന് M-ലേക്കുള്ള ഡിസ്റ്റൻസാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കവിടെ 30 ഡിഗ്രിയിൽ വരച്ചിരിക്കുന്ന രണ്ട് എഡ്ജസ്, അത് LM-ഉം LK-യും കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം LM എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് വെച്ച് കട്ട് ചെയ്യാം. ആ ഡിസ്റ്റൻസ് സെയിം ഡിസ്റ്റൻസ് ഐസോമെട്രിക് വ്യൂ ആയതുകൊണ്ട്, അതുപോലെ തന്നെ LK എന്ന് പറയുന്ന ഡിസ്റ്റൻസ് L-ൽ നിന്ന് ഈ ഡിസ്റ്റൻസ് എടുക്കുന്നു, ഇവിടുന്ന് എടുത്തിട്ട് ആ 30 ഡിഗ്രി വരച്ചിരിക്കുന്ന ലൈനെ കട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ രണ്ട് ഡിസ്റ്റൻസായി. അതായത് രണ്ട് എഡ്ജ്, അതായത് ആ റെക്റ്റാങ്കിൾ, അതായത് പെൻറ്റഗണെ ഇൻസ്ക്രൈബ് ചെയ്തിരിക്കുന്ന അല്ലെ പെൻറ്റഗണിൻ്റെ പുറത്ത് നിൽക്കുന്ന ആ റെക്റ്റാങ്കിളിലെ രണ്ട് എഡ്ജസിൻ്റെ ലെങ്തായി. ഇനി നമുക്ക് ഇതിന് പാരലൈൻ വരയ്ക്കുക. അതായത് LM-നും LK-ക്കും പാരലായിട്ട് ലൈൻസ് വരയ്ക്കാം. അതായത് LM എന്ന് പറഞ്ഞ ലൈനിന് പാരലായിട്ട് K-യിൽ നമുക്കൊരു ലൈൻ വരയ്ക്കാം, സെയിം ഡിസ്റ്റൻസ് അല്ലേ, ഇങ്ങനെ ലൈൻ വരയ്ക്കാം. ഇനി LK എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഉണ്ട് അല്ലേ, KL എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ്, അതിന് പാരലായിട്ട് ലൈൻ നമുക്ക് M-ൽ നിന്ന് വരയ്ക്കാം. അപ്പോൾ ഈ രണ്ട് ഡിസ്റ്റൻസ്, ഈ രണ്ട് ലൈൻസ് കൂടെ വന്നിട്ട് എന്തെങ്കിലും ജോയിൻ ചെയ്തു വന്ന പോയിൻ്റ് ഉണ്ട്, അതാണ് N എന്ന് പറയുന്നത്. ഓക്കെ, ഈ സെയിം റെക്റ്റാങ്കിളിലെ സൈസ് തന്നെ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്. 30 ഡിഗ്രിയിൽ ചെരിഞ്ഞ് നിൽക്കുന്നുള്ളൂ. ഇത് നമ്മൾ ഐസോമെട്രിക് റെക്റ്റാങ്കിൾ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ഇതിൽ നമുക്ക് ഈ പെൻറ്റഗൺ നമുക്ക് ഇൻസ്ക്രൈബ് ചെയ്യണം അല്ലേ. പെൻറ്റഗൺ നമുക്ക് ഇതിനുള്ളിൽ ഇൻസ്ക്രൈബ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് എന്തായിരിക്കും, സെയിം ഡിസ്റ്റൻസുകൾ തന്നെ A എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യുക. K-യിൽ നിന്ന് A-യിലേക്കുള്ള ഡിസ്റ്റൻസ് തന്നെ നേരെ കോപ്പി ചെയ്യുക. 2D വ്യൂവിൽ KA എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡിസ്റ്റൻസ് തന്നെ ഇവിടെ കോപ്പി ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 3D വ്യൂവിൽ A കിട്ടും. അതിന് A എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്യുക. എന്തായിരിക്കും KB അല്ലേ, B എന്ന് പറയുന്ന ഡിസ്റ്റൻസ്. L-ൽ നിന്ന് B-യിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിലും മതി. L-ൽ നിന്ന് B-യിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് ഈ 3D വ്യൂവിൽ മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് L-ൽ നിന്ന് C-യിലേക്കുള്ള ഡിസ്റ്റൻസ്, സിമിലർ ഡിസ്റ്റൻസ്, അതായത് സിമിലർലി എന്തായിരിക്കും, നമുക്ക് 2D വ്യൂവിലെ എല്ലാ ഡിസ്റ്റൻസുകളും ഓരോ കോർണറിൽ നിന്ന് M-ൽ നിന്ന് D-യിലേക്കുള്ള ഡിസ്റ്റൻസ്, അതുപോലെ തന്നെ N-ൽ നിന്ന് E-യിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ, അല്ല K-യിൽ നിന്ന് E-യിലേക്കുള്ള ഡിസ്റ്റൻസോ ഏത് കൊണ്ടെടുക്കാം, സെയിം ഡിസ്റ്റൻസ് തന്നെയാണ് നമ്മൾ കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ആ റെക്റ്റാങ്കിളുള്ള അതേ ഡിസ്റ്റൻസുകൾ ABCDE പറയുന്ന പോയിൻറ്റ്സിലേക്കുള്ള സെയിം ഡിസ്റ്റൻസുകളാണ് നമ്മൾ കോപ്പി ചെയ്യുന്നു. ഇനി നമുക്ക് ഇതിനെല്ലാം കൂടെ ജോയിൻ ചെയ്ത ഒരു പെൻറ്റഗണിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പം അതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്യണം. അതായത് ആക്സിസ് വരയ്ക്കാൻ വേണ്ടി സെൻറ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ, ഈ D എന്ന് പറയുന്ന പോയിൻ്റ് ഉണ്ട് അല്ലേ. ഇപ്പോൾ ഇതിപ്പോൾ കൺസിഡർ ചെയ്ത ആക്സിസ് ആണ് ഈ പോയിരിക്കുന്നത്, Oയിൽ നിന്ന് നേരെ മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ 2D വ്യൂ വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് അറിയാം അല്ലേ. ആക്സിസ് മാത്രം സ്ട്രെയിറ്റ് ആയിട്ട് ഫ്രണ്ട് വ്യൂവിൽ വരത്തുള്ളൂ, ബാക്കിയെല്ലാം ചെരിഞ്ഞ് വയ്ക്കുന്നത്. ഇവിടെ നമുക്ക് ആക്സിസ് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഈ D എന്ന് പറയുന്ന പോയിന്റ് കൺസിഡർ ചെയ്യാം. D എന്ന് ഓപ്പോസിറ്റ് എഡ്ജിൻ്റെ മിഡ് പോയിന്റിലേക്കുള്ള ആ ലൈൻ ഉണ്ട് അല്ലേ, ആ ഡിസ്റ്റൻസ് ഉണ്ട്. ആ ഡിസ്റ്റൻസ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. നമുക്കതിൽ D എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കൺസിഡർ ചെയ്യണം. നേരെ ഓപ്പോസിറ്റ് എഡ്ജിൻ്റെ മിഡ് പോയിന്റിലേക്ക് അങ്ങ് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ ഇതിലെ AB എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഉണ്ട്, AB-യുടെ സെൻറ്റർ പോയിന്റിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി നമുക്ക് D-ന്ന് O വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെടുക്കുക. എന്നിട്ട് 3D വ്യൂവിൽ D എന്ന് പറയുന്ന പോയിന്റിൽ കോമ്പസ് കൊണ്ട് കുത്തുക. ഓക്കെ, ഈ ഡിസ്റ്റൻസ് എടുക്കുക DO. എന്നിട്ട് ആ ഡിസ്റ്റൻസ് അവിടെ തന്നെ മാർക്ക് ചെയ്യുക. ആർക്ക് വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് O എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. കേട്ടോ, ഈ O എന്ന് പറയുന്ന പോയിന്റ് അവിടെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ DO എന്ന് പറയുന്ന സെയിം അവിടുത്തെ ഡിസ്റ്റൻസ് തന്നെ. ഇത് ആക്സിസ് ആണ്, ആക്സിസ് ലെങ്ത് എന്ന് പറയുന്നത് 70 ആണ് അല്ലേ. അപ്പോൾ ഈ O എന്ന് പറയുന്ന പോയിന്റ് ഇത് 70 അല്ലേ, 70 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അല്ലേ, 7 സെൻറ്റിമീറ്റർ എന്നുള്ള ലെങ്ത് മുകളിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അപ്പോൾ O എന്ന് പറയുന്ന പോയിന്റ് കിട്ടും. നമ്മുടെ ടോപ്പ് വ്യൂവിലാണ് O എന്ന് പറഞ്ഞാൽ കണ്ട, ഫ്രണ്ട് വ്യൂവിൽ O' ആണ്. പക്ഷെ അത് 3D വ്യൂവിലേക്ക് വരുമ്പോൾ അത് O എന്ന് പറയുന്ന പോയിൻ്റായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ആക്സിസ് നമ്മൾ കാണിച്ചിരിക്കുന്ന ഒരു ലോങ് ലൈൻ ഷോർട്ട് ലൈനിലാണ്, ഡോട്ടർ ലൈനിലാണ് കാണിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാ കോർണേഴ്സിൽ നിന്നും ഈ Oയിലേക്ക് ജോയിൻ ചെയ്യാം അല്ലേ.
അപ്പോൾ നമുക്ക് ഇവിടുന്ന് എ എന്ന് പറയുന്ന പോയിൻ്റ് എടുക്കുക, ബി എടുക്കുക, സി എടുക്കുക, ഡി, ഇ, അങ്ങനെ എല്ലാ പോയിൻറ്റ്സ് കൺസിഡർ ചെയ്യുക. അപ്പോൾ അതിൽ നമുക്ക് വിസിബിളായിട്ടുള്ള എഡ്ജസ് ഉണ്ട് അല്ലേ. അപ്പോൾ അവിടെ അതൊക്കെ തെളിച്ച് വരയ്ക്കുക. ബാക്കിയുള്ള എല്ലാം എന്തായിരിക്കും നമുക്ക് ഹിഡൻ എഡ്ജസ് ആയിട്ട്, ഡോട്ടഡ് ലൈൻസിലായിരിക്കും ഇൻവിസിബിൾ എഡ്ജസ് ഒക്കെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബേസ് എന്ന് പറഞ്ഞാൽ ബേസ് എഡ്ജസിൽ ഇൻവിസിബിൾ എഡ്ജസ് ഉണ്ട്, അതും റെപ്രസെൻറ്റ് ചെയ്യുക. നമ്മളിത് ഐസോമെട്രിക് വ്യൂ ആണ് ഇപ്പോൾ വരച്ചിരിക്കുന്നത് അല്ലേ. ഇതിപ്പോൾ ഐസോമെട്രിക് വ്യൂ കംപ്ലീറ്റ് ആയി. അപ്പോൾ എല്ലാ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ നെയിമിങ് കറക്റ്റായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഡയമെൻഷൻസ് ഒക്കെ കറക്റ്റ് ആയിരിക്കുക. ഐസോമെട്രിക് വ്യൂവിലെല്ലാം ട്രൂ ലെങ്തുകളാണ് നമ്മൾ എടുത്തത്. ഇനി നമുക്ക് ഐസോമെട്രിക് പ്രൊജക്ഷൻ വരയ്ക്കാൻ പറ്റും അല്ലേ. പ്രൊജക്ഷൻ ആണെങ്കിൽ നമ്മൾ ഈ 30ക്ക് വരാം 30 × 0.82 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുക്കും. അതുപോലെ തന്നെ 70ക്ക് വരാം 70 × 0.82 എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എടുക്കും. ആംഗിൾ സെയിം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ ഐസോമെട്രിക് വ്യൂ നോക്കുകയാണെങ്കിൽ 2 ആരോസ് കാണിച്ചിട്ടുണ്ട്. മുകളിൽ നിന്നുള്ള ആരോ എന്ന് പറഞ്ഞാൽ ടോപ്പ് വ്യൂ ആണ്, ഫ്രണ്ടിൽ നിന്നുള്ള ആരോ ആണ് ഈ താഴെ കാണിച്ചിരിക്കുന്നത്, റൈറ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന യെല്ലോ ആരോ കേട്ടോ. അപ്പോൾ ഇനി നമുക്ക്